സ്വാഗതം ചെയ്യാം മലപ്പുറത്ത് നിന്ന് വരുന്ന സായി കൃഷ്ണ. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, നമ്മുടെ സായി സായി ഇപ്പൊ ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ്. സായിക്ക് അതിൽ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സായി കപ്പ് അടിച്ചിട്ടേ പോരുള്ളൂ. അതിന് സായി തന്നെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. ബിഗ് ബോസിൽ എത്തിയപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം. ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റിയ അതും നമ്മളെ കൂടെ ഉള്ള ഒരാള്. ബിഗ് ബോസിൽ പോയ സായി അല്ലാത്തൊരു നിങ്ങളുടെ കൂട്ടുകാരൻ സായി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സായി ഇവിടെ നാട്ടിലുള്ള ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറുന്ന രീതിയും കാര്യങ്ങളും സായിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാ സായിയുടെ ഗെയിമൊക്കെ കാണാറുണ്ടോ? എങ്ങനെയുണ്ട് സായി ഇവിടെ വന്നപ്പോഴുള്ള സായി, അവിടെ കണ്ട സായി എങ്ങനെയുണ്ട്? അതിൻ്റെയൊക്കെ അടിപൊളി ഒരാളാണ്. കാണുന്നവർക്ക് ഒരു ചാടലും, പക്ഷെ ആള് ഭയങ്കര പുള്ളിക്ക് കണ്ടന്റ് ഔട്ടിക്ക് കൊടുക്കാൻ അറിയാനിട്ടാണോ? അല്ല, കണ്ടന്റ് സായിയുടെ കയ്യിൽ എമ്പാടുണ്ട്. സായി ഇറക്കാഞ്ഞിട്ടാണ്. ഇറക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ടൗണിലാണ്. ബിഗ് ബോസിൽ എത്തിയിട്ടുള്ള ഒരാളുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കേട്ടോ. അത് ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ സായി കൃഷ്ണ, നമ്മളെ സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ നാട് മലപ്പുറം എന്നുള്ളത് ഏറെക്കുറെ പേർക്കൊക്കെ അറിയാം. ലാലേട്ടനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൽ അദ്ദേഹം പോയ ശേഷം സായി കൃഷ്ണൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും അങ്ങനെ പബ്ലിക് ഒപ്പീനിയനോ കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചാനലിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടുകാരനാണ്, നമ്മളെ ജില്ലക്കാരനാണ് സായി കൃഷ്ണ. അപ്പോൾ ബിഗ് ബോസിൽ വന്നതിൽ നമുക്ക് ഒരുപാട് അഭിമാനമാണ് അദ്ദേഹം വന്നതിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇന്ന് 51 ദിവസത്തിലേക്ക് ആയിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പോൾ അത് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മലപ്പുറം ടൗണിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം സ്ഥിരമായി വരുന്ന ഒരു ജിമ്മിൻ്റെ സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. സായിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എത്ര പ്രതീക്ഷ ഉണ്ടെന്നുള്ളതും കപ്പടിച്ചിട്ട് വരുമോ ഇല്ലേ, പ്രേക്ഷകർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് കൂടി എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാലോ? അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളിട്ടോ. സായിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, മുകളിലോട്ട് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ജിം കേട്ടോ. അപ്പോൾ ജിമ്മിലേക്കാണ് കയറി ആണ് പോയി നോക്കുക. ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാവും. ഹായ് ബോസ്, നമസ്കാരമുണ്ട്. എന്താണ് പേര്? അഹമ്മദ് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ താഴത്തുനിന്ന് അറിഞ്ഞു വന്നതാണ് നമ്മുടെ സായി കൃഷ്ണ സ്ഥിരമായിട്ട് വരുന്ന ജിമ്മാണ് അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-30 ദിവസം ആകാനായില്ലേ? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വെച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട് കണ്ടില്ലേ? എല്ലാവരും എന്താണ്ടല്ലേ വർക്കൗട്ടിലാണല്ലേ എല്ലാവരും? അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പറഞ്ഞു. ബിഗ് ബോസിൽ എത്തിയപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം. ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു വലിയൊരു സ്ക്രീനിലാണ് കണ്ടത് അല്ലേ? പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം. അതും നമ്മളെ കൂടെ ഉള്ള ഒരാള്, സ്ഥിരമായിട്ട് നമ്മളെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാള് അവിടെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം. ഒരുപാട് പ്രതീക്ഷകൾ എന്തായാലും അവനെന്നെ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അടിക്കട്ടെ. ഫസ്റ്റ് ചെറിയ ഡൗൺ ആയെങ്കിലും ആള് നല്ലത് കയറി വരുന്നുണ്ട്. ഗെയിമൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ല വിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സായിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു ജിമ്മിൽ ഞാൻ പറഞ്ഞില്ല, ഇവർ ഈ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചോദിച്ചു നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഹായ്, സുഖമാണോ? സുഖം സുഖം സുഖം. അപ്പോൾ ഞാനൊരു ചെറിയ ബ്ലോഗറാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. എന്താ പേര്? എൻ്റെ പേര് മുഹമ്മദ് അനൂപ്. ഞാൻ ഇവിടെ വന്ന കാര്യം നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, നമ്മുടെ സായി ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ്. പ്രതീക്ഷ എങ്ങനെ കാണുന്നു? പ്രതീക്ഷ ഉണ്ട് സായിയെ കുറിച്ച്. മൈ ഹെൽത്ത് ഫിറ്റ്നസ്സിലെ മെമ്പേഴ്സിന് സായി ഒരു അഭിമാനമാണ്. സായി അതിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെ അഭിമാനമാണ്. സായിക്ക് അതിൽ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സായി കപ്പ് അടിച്ചിട്ടേ പോരുള്ളൂ. അതിന് സായി തന്നെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. സായി പൊട്ടിത്തെറിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതാണ് സായിൻ്റെ ടാസ്ക് എന്ന് സായി പറഞ്ഞിട്ടുണ്ട്. സായി പൊട്ടിത്തെറിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് സായിയുടെ ടാസ്ക്. ആ ടാസ്കിൽ സായി വിജയിച്ചു കഴിഞ്ഞാൽ സായി കപ്പ് അടിച്ചിട്ടേ വരുള്ളൂ. ആ ഉറപ്പ് ഞങ്ങൾക്കും ഉണ്ട്. സായി ആ ഒരു കാറിലിരുന്ന് കാണുന്ന ആ ഒരു എനർജി പൊതുവെ കുറവാന്നുള്ളതൊക്കെയാണ്. അത് കൂടെയുള്ള കണ്ടസ്റ്റൻറ്റിനും കൂടെ നമ്മൾ പരിഗണിക്കണ്ടേ? അവരും കൂടെ അവരുടെ പെരുമാറ്റം കൂടെ നമ്മൾ നോക്കുമ്പോൾ സായിക്ക് നമ്മുടെ കാറിൽ വെച്ച് ചെയ്യുന്ന പിന്നെ രണ്ട് വിഷയമാണ്. സായി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീക്രട്ട് ഏജൻ്റ് ആയിട്ടല്ല ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്, സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് കാറിൽ വെച്ച് പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും ബിഗ് ബോസിലുള്ള ഒരു പിന്നെ
കളി നമ്മൾ കാണാൻ പറ്റൂല എന്നാണ് പ്രത്യേകം പറയുന്നത്. അതെ 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 ക്ലാസ് ഉണ്ടാവുള്ളൂ. അതാണ് സായി വളരെ കണ്ടറിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. ചിലപ്പം മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനെ പോലെ ഇങ്ങനെ ഹറിബറി ആയിട്ട് പറയലും ചാടും പിടിച്ചാലും ഒന്നും ഉണ്ടാവില്ല, വളരെ സൈലൻ്റ് ആയിരിക്കും. പക്ഷേ പുള്ളി വളരെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. തീർച്ചയായിട്ടും കപ്പടിച്ച് പോരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിനുള്ള സാധ്യതകൾ എമ്പാടും സായിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക്. ഇതിന് മുന്നേ സീസൺ 5 അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സീസൺ 5 സായിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൊമോകളിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ സായിക്ക് പോയില്ല. നിങ്ങൾക്കറിയാലോ, സായി പിന്നെ യൂട്യൂബറാണ്. സായി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഈ ജിമ്മിൽ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ കളിക്കാൻ കുറച്ച് സമയം കിട്ടാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊക്കെ കോളുകളും വിളികളും ഒക്കെ ആയിട്ട് ഓട്ടപ്പാച്ചിലാണ്. അതായിരിക്കാം സീസൺ 5 സായിക്ക് കയറാൻ പറ്റാതിരുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും സീസൺ 6 സായി കയറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കപ്പടിച്ച് തന്നെ സായി വരും. അതിന് സായിക്ക് സാധിക്കട്ടെ എന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. സായിയുടെ നിങ്ങൾ സുഹൃത്തുന്ന രീതിയിൽ ബിഗ് ബോസിൽ പോയ സായി അല്ലാത്തൊരു നിങ്ങളുടെ കൂട്ടുകാരൻ സായി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സായി ഇവിടെ നാട്ടിലുള്ള ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സായിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നാട്ടുകാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അവസരം കിട്ടാറ് സായിയോട് അടുത്ത് പെരുമാറാൻ. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ കളിച്ചുകൊണ്ടും പിന്നെ സായിയുടെ കൂടെ സായി ഒരു ഭക്ഷണപ്രിയനാണ്. ഞാനും അതുപോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ ഭക്ഷണങ്ങളുടെ പല വെറൈറ്റികൾ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരുമിച്ചായിരുന്നു. പോകുന്ന തലേ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇനി സായി വരുമ്പോൾ സായിനെ സ്വീകരിക്കാനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു വിഭവം കൊണ്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരെ കൊണ്ടും നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടും. അതായത് ഞാൻ സത്യത്തിൽ ബിഗ് ബോസ് വല്ലാതെ കാണാറില്ല. പക്ഷേ നമ്മുടെ സായി കയറിയത് കൊണ്ട് മാത്രം ബിഗ് ബോസ് കാണാൻ തുടങ്ങിയൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ ജിമ്മിലുള്ളവരും അവരവരുടെ സുഹൃത്തുക്കളും ആയിട്ട് നല്ലൊരു വിഭാഗത്തിൽ തന്നെ അവന് വേണ്ടിയിട്ട് സായിക്ക് വേണ്ടിയിട്ട് വോട്ടും ചെയ്യുന്നുണ്ട്. സായിയുടെ കളികൾ കാണുന്നുണ്ട്. അതിൽ വളരെയധികം സന്തുഷ്ടരുമാണ്. ഈ സായി നമ്മുടെ ജാസ്മിന് പക്ഷേ ദിവസം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നോമിനേഷനിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് അങ്ങനെ നോമിനേഷനിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഗെയിമിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് പിന്നീട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. സായി സൈലൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷയുണ്ട്. അതൊക്കെ ഗെയിമിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ്. കണ്ടറിഞ്ഞുകൊണ്ട് ഗെയിം കളിക്കുകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പലരും പറയുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്താ വെച്ചാൽ പ്രേക്ഷകർക്ക് കൂടി നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കൊടുക്കണമല്ലോ. കാരണം പലരും ട്രോളുന്നുണ്ട്, നന്നായിട്ട് ട്രോളുന്നുണ്ട്. പുള്ളിക്ക് കണ്ടന്റ് ഔട്ടിക്ക് കൊടുക്കാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല, കണ്ടന്റ് സായിയുടെ കയ്യിൽ എമ്പാടുണ്ട്. സായി ഇറക്കാഞ്ഞിട്ടാണ്. ഇറക്കും തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല സായിയുടെ വിഷയത്തിൽ. കാരണം സായി എന്ന് പറഞ്ഞാൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിൽക്കുന്ന ആളല്ല. അങ്ങനെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും 100ാം ദിവസം സായി കപ്പടിച്ച് വരും. സായിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും സായിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ പേരെന്തേന്നു? എൻ്റെ പേര് മുഹമ്മദ് അനൂപ്. സ്ഥലം പൂക്കോട്ടൂർ. നമ്മളെ മുഹമ്മദ് അനൂപ് ഇക്ക പൂക്കോട്ടൂരുകാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, വളരെ അധികം പ്രതീക്ഷയിലാണ്. ഫസ്റ്റ് അടിച്ച് കപ്പും നേടിക്കൊണ്ട് മലപ്പുറത്തിൻ്റെ മണ്ണിൽ കാല് കുത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറത്തുകാർക്ക് അഭിമാനമാണ്. ഒരു മലപ്പുറത്തുനിന്ന് ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അല്ലേ? അതെ. ഞാനും ഒരു മലപ്പുറത്തുകാരനായതുകൊണ്ട് വന്നതാണ്. സായി ആ ഒരു നിലയിൽ എത്തുകയാണെങ്കിൽ നമുക്കും സന്തോഷമാണ്. എന്തായാലും ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. കൃത്യമായി തന്നെ അദ്ദേഹം ഓരോരോ പോയിന്റുകൾ എടുത്ത് പറഞ്ഞെന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ആളുകളിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. അതെ, ഓക്കെ. അപ്പോൾ സായിൻ്റെ ട്രെയിനറാണോ? ട്രെയിനേഴ്സാണ്. നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ അല്ലേ? നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട സായി ബിഗ് ബോസിൽ എത്തിയെന്ന് എന്ത് തോന്നുന്നു? അടിപൊളിയാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും പ്രൈസ് അടിച്ച് പോരും. നമ്മൾ സായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായി വളരെ ഒരു പേഴ്സണാലിറ്റി, ഒരു ഗുഡ് പേഴ്സണാലിറ്റി നടന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ പണ്ടേ തൊട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ബിഗ് ഒരു സ്ട്രെങ്തനിങ് ഒക്കെ നല്ല വർക്കൗട്ടിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതല്ലേ? ശരി. അപ്പം അവിടെ നടക്കുന്നത് ഫസ്റ്റത്തെ ദിവസം നിങ്ങൾ കണ്ടല്ലേ, ജാസ്മിനുമായിട്ടുള്ള എന്താ പറയുക അവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗമായി.
പിന്നെന്താ പറയാ, പിന്നെ വെച്ചാല് മെന്റലി ഡൗൺ ആക്കാനുള്ള ഒരു ട്രിക്കായിരുന്നു സായിക. അതാണല്ലേ. അതിനുശേഷം പിന്നെ ബിഗ് ബോസില് ജാസ്മിൻ ഒന്ന് ഡൗൺ ആയിരുന്നു ആ ഒരു കണ്ടന്റ് ഇട്ടതിന് ശേഷം. അപ്പൊ അത് ഒരു ഗെയിമിന്റെ ഭാഗമാണ്, ആ ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ പലരും പറയുന്നുണ്ട് ഈ കാറിന് കാണുന്ന സായി എല്ലാം അവിടെ കാണുന്നെന്ന് അറിയുന്നുണ്ട്. അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അറിയോ? അല്ല, സായി പൊതുവെ എന്താണോ സായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായി സംസാരിക്കാനും അതുപോലെ തന്നെ ഒരാളോട് പെരുമാറാനും എല്ലാ കാര്യത്തിലും സായിലെ അതിനൊക്കെ അടിപൊളി ഒരാളാണ്. പക്ഷെ കാണുന്നവർക്ക് ഒരു ചാടലും, പക്ഷെ ആള് ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ ഒരാളാണ്. പിന്നെ ആള് എപ്പോഴും കണ്ടത് അതിപ്പോ ആള് അദ്ദേഹം ചുറ്റുപാടും നോക്കാതെ തന്നെ അതിന്റെ വ്യക്തമാക്കിയുള്ള ഒരു കാര്യം ക്വാളിറ്റിയോട് കൂടി ആൾ പറയും. മറുപടി പറഞ്ഞു കൃത്യമായി പറയും. അത് മുന്നും പിന്നും നോക്കൂല. പ്രതീക്ഷയുണ്ട് ആള് 100% എന്തായാലും പ്രൈസ് അടിച്ച് പോരും. ആള് വിന്നറാവും. കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മൈഹെൽത്ത് ഫിറ്റ്നസിലെ എല്ലാ മെമ്പേഴ്സ്, ഇപ്പൊ 1000 അപ്പോ മെമ്പേഴ്സിന്റെ എല്ലാവരും സപ്പോർട്ടും സായിന്റെ കൂടെ തീർച്ചയായിട്ടും. സായിന്റെ നാടും തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറക്കാരനാണ്. അതെ, അപ്പൊ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇദ്ദേഹം മിസ്റ്റർ മലപ്പുറം ആയിരുന്നു 2 വർഷം മുന്നേ. അദ്ദേഹമാണ് പോസ്റ്റ് വാണി നിങ്ങൾക്ക് കാണിച്ചു. ബൈസപ്സ് ഒന്ന് സായിക്ക് വേണ്ടി വീതി, സ്ട്രെങ്ത്, ലെങ്ത്, ഇതൊന്നും മലപ്പുറം ജില്ലയിൽ ഇത്രയും വലിപ്പമുള്ള ഒരു മിസ്റ്റർ മലപ്പുറം ആണോ? 2 പ്രാവശ്യം. ഇപ്പൊ സായി 100 ദിവസം അവിടെ നിൽക്കുകയാണെന്ന് കൂട്ടിക്കൂടി. അപ്പൊ ഈ ഇങ്ങനെ ഹെൽത്തിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമോ? ഹെൽത്തിന്റെ വിഷയം ആള് ഭയങ്കര ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. പല ടൈമിലായിട്ട് ഒരു ദിവസം ഒരു 6-7 ടൈം ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ആകെ പേടി എനിക്കുണ്ടായിരുന്നു ഫുഡിന്റെ വിഷയത്തിലായിരുന്നു. പിന്നെ എല്ലാം കറക്റ്റ് ആയിരുന്നു. വർക്കൗട്ടും ഡയറ്റൊക്കെ ഡെയിലി വരും. കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ഡെയിലി വരും. ഫിറ്റ്നസ് നോക്കുന്ന ആളാണ്. അതൊരു 30 kg വരെ ആൾ കുറച്ചുണ്ട് ഇപ്പോ. പിന്നെ ഫാമിലി വൈഫൊക്കെ വരാറുണ്ട്. വൈഫ് വരാറുണ്ട്. ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതൽ അതിനെ കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിനെ കുറിച്ച് A to Z പഠിച്ച ആളാണ്. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ആള്. Don't worry, wait and see.